അസ്സലാമു അലൈക്കും. ഹോസ്പിറ്റലിലെ വിജനമായ വരാന്തയിലൂടെ സുഹറ ശ്വാസം പോലും എടുക്കാനാവാതെ ഓടിക്കിതച്ചുകൊണ്ട് അടച്ചിട്ടിരിക്കുന്ന ഐസിയുവിന് മുന്നിലേക്ക് ഓടിയെടുത്തു. ഇത്തിരി പ്രതീക്ഷയോടെ അകത്ത് കിടക്കുന്നവനെ കാണാനാവുമോ എന്ന് വാതിലിനുള്ളിലൂടെ ഒന്ന് നോക്കി. ഒന്നുമില്ല, ആരും. അടഞ്ഞു കിടക്കുന്ന വാതിലിൽ തല ചായ്ച്ചു വെച്ചവൾ വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെ നിന്നു. കരയണമെന്നുണ്ട്, കരയാനാവുന്നില്ല. ഒരു മരവിപ്പ് മാത്രം. കേട്ട വാർത്തയുടെ പകപ്പ് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. ചുമലിലറിഞ്ഞ ആരുടെയോ സ്പർശനം. സുഹറ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഡെയ്സി ചേച്ചിയെയാണ്. ഉറവ വറ്റാത്ത കണ്ണുകളോടെ അവൾ ഡെയ്സി ചേച്ചിയെ ദയനീയമായി നോക്കി. ഡെയ്സി ചേച്ചിയുടെ ചുമലിൽ തല ചായ്ച്ച് അടുത്ത് കണ്ട സോഫയിലിരിക്കുമ്പോഴും സുഹറയുടെ കണ്ണുകൾ ICU വാതിലിലേക്കായിരുന്നു. തന്നെ ചുമലിൽ കിടന്ന് കണ്ണുനീർ വാർക്കുന്ന സുഹറയെ ഡെയ്സി ചേച്ചി ഒന്ന് നോക്കി. പാവം തോന്നിയവർക്ക്. എന്തൊക്കെ അനുഭവിച്ചതാണ്. ഇനിയും അതിനെ വേദനിപ്പിക്കില്ല എന്നവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പോയി. ഡെയ്സി ചേച്ചി ഓർക്കുകയായിരുന്നു തൻ്റെ കൺമുന്നിൽ പതിഞ്ഞു പോയ കാഴ്ചകൾ. ഹാളിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ അടുക്കളയിൽ അറിയില്ല. എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ ചെല്ലുമ്പോഴാണ് ഹാളിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ ഡെയ്സി ചേച്ചിയുടെ കണ്ണിൽ പതിയുന്നത്. ഇമ്രാൻ്റെ വയറ്റിലേക്ക് കത്തി കുത്തിയിറക്കുന്ന അസ്ലം. കാണുന്നത് ഒരു നിമിഷം തെറ്റാണോ എന്ന് വരെ തോന്നിപ്പോയി. ഒന്നും മിഥ്യയില്ല എന്ന് മനസ്സിലാക്കിയത് അവിടെ നടന്ന കാര്യങ്ങൾ വീണ്ടും കാണുമ്പോഴാണ്. പകച്ചുപോയി. ക്രൂരതയുടെ മുഖംമൂടി അണിഞ്ഞ അസ്ലമും അലിയും. അയാൾ ആദ്യമേ ക്രൂരനാണെന്ന് അറിയാം, പക്ഷെ അസ്ലം ഡെയ്സി ചേച്ചിക്ക് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അടുത്തു തന്നെ തകർന്നു നിൽക്കുന്ന അഫീം. ഇവിടെ നടന്നതിൽ ഒന്നും തന്നെ അവൾക്ക് പങ്കില്ല എന്ന് കണ്ടാൽ തന്നെ അറിയാം. കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ ഇമ്രാൻ്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉറപ്പായിരുന്നു. ഡെയ്സി ചേച്ചി സ്വബോധത്തിലേക്ക് എത്തിയതും ആദ്യം തേടിയത് തൻ്റെ ഫോണായിരുന്നു. തട്ടിയും വീണും അടുക്കളയിലെത്തിയപ്പോഴേക്കും നന്നായി കിതച്ചു പോയിരുന്നു. എന്നോ ആവശ്യം വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇമ്രാൻ തന്നെയാണ് പോലീസിൻ്റെ നമ്പർ ഡെയ്സി ചേച്ചിക്ക് സേവ് ചെയ്ത് കൊടുത്തത്. വിറക്കുന്ന കൈകളോടെ ഫോൺ ചെവിയിലേക്ക് വെക്കുമ്പോൾ ആരെങ്കിലും ഇത് കാണുമോ എന്നും ഡെയ്സി ചേച്ചി ഭയന്നിരുന്നു. 1-2 സെക്കൻഡുകൾക്ക് ശേഷം അപ്പുറത്ത് കണക്റ്റ് ആയപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഡെയ്സി ചേച്ചി കുഴഞ്ഞു. അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ കരഞ്ഞു പോയിരുന്നു. ഹെൽപ്പ് ഹെൽപ്പ് എന്ന ഉച്ചത്തിൽ അലറി വിളിച്ചു. ഫോൺ കട്ടായതും ഹാളിലെ തൂണിന് മറവിലേക്ക് നിന്ന് പിടയുന്ന മനസ്സോടെ ഡെയ്സി ചേച്ചി നോക്കി നിന്നു. തന്നെ ഈ സമയത്ത് ഇവിടെ കണ്ടാൽ ഉറപ്പായും അവർ വെറുതെ വിടില്ലെന്ന് ഉറപ്പായിരുന്നു. ഇത്രയും പെട്ടെന്ന് പോലീസ് വന്നിരുന്നെങ്കിലെന്ന് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇമ്രാൻ്റെ തലയിലേക്ക് ശക്തമായി അടിക്കുന്നത് കണ്ടതും അരുതേ എന്നവർ പറയാൻ ആഗ്രഹിച്ചു. ഭയത്തോടെ ശബ്ദം അടക്കി വെച്ചു. തളം കിട്ടിയ രക്തത്തിൽ വീണുകൊടുക്കുന്ന ഇമ്രാൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് ഡെയ്സി വേദനയോടെ നോക്കി നിന്നു. പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന ബൂട്ടുകളുടെ ശബ്ദം. ഇമ്രാൻ്റെ ആത്മാവ് വേർപെട്ടു പോകുന്നത് കാണാൻ കാത്തു നിൽക്കുന്ന അസ്ലമിനെയും അലിയെയും ഭയപ്പെട്ടു പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി. ഓടി മാറാനോ രക്ഷപ്പെട്ടു പോവാനോ സാധിക്കുന്നതിന് മുമ്പേ അവർ പോലീസിൻ്റെ കൈകളിൽ അകപ്പെട്ടു പോയി. അവരെ കൊണ്ടുപോകുന്നത് തടയാനോ അവർക്ക് വേണ്ടി വാദിക്കാനോ അഫി മെനക്കെട്ടില്ല. നിർവികാരമായി അവൾ നോക്കി നിന്നു. ഇമ്രാനെ ആംബുലൻസിലേക്ക് എടുത്തു വെച്ചതും ഡെയ്സി ചേച്ചി കാറ്റുപോലെ പാഞ്ഞ് ചെന്ന് കൂടെ കയറി. അപ്പോൾ മാത്രമാണ് അഫിയും മറ്റുള്ളവരും അങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെന്ന കാര്യം ഓർക്കുന്നത് തന്നെ. ഓർമ്മകളിലിരിക്കുന്ന ഡെയ്സിയെ സുഹറ കണ്ണെടുക്കാതെ നോക്കി. നന്ദിയോടെ. ദൈവത്തിൻ്റെ കരങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയും ആവാം. വിറക്കുന്ന ശബ്ദത്തോടെ ഡെയ്സി ചേച്ചി പറഞ്ഞു തീർത്ത കാര്യങ്ങൾ കേട്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. മുങ്ങിത്താഴുന്നവൻ്റെ കൈകളിൽ ഒരു കച്ചിത്തുരുമ്പ് എന്ന വണ്ണം പടച്ചവനെ ഏൽപ്പിച്ചു തന്നതാണ് അദ്ദേഹത്തെ. നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണോ, അതേ ഭൂമിയിൽ തൻ്റെ രക്ഷകൻ മരണം കാത്തി കിടക്കുകയാണെന്ന അറിവാണോ? ശ്വാസം പോലും എടുക്കാനാവാതെ കുഴഞ്ഞു പോയിരുന്നു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയവൻ ഒരു നിമിഷം ഒന്നും അറിയിക്കാതെ മയക്കത്തിലാണെന്ന് ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. 2 രാവും 3 പകലും കൊഴിഞ്ഞു വീണ ഒരു സായാഹ്നത്തിൽ ഇമ്രാൻ കണ്ണു തുറന്നു. അപകടനില തരണം ചെയ്തു. ആയത്തിലുള്ള വയറിലെ മുറിവിനേക്കാൾ തലയിലേറ്റ് പ്രഹരമായിരുന്നു ഇമ്രാന് ഭയങ്കര ബുദ്ധിമുട്ടായത്. കണ്ണു തുറന്നു എന്ന വാർത്ത കേട്ടപ്പോൾ സുഹറ അറിയാതെ പടച്ചവനെ സ്തുതിച്ചു പോയി. അൽഹംദുലില്ലാഹ്. ഇത്രയും ദിവസം മുരുകിയ മനസ്സിലേക്ക് ഒരു കുളിർമയ പെയ്ത പോലെ. കയറി കാണാമെന്ന അറിയിപ്പ് കിട്ടിയതും ആമയും കൊണ്ട് ചെറിയൊരു നെഞ്ചിടിപ്പോടെ അവൾ അകത്തേക്ക് കയറി. വയറിന് നടുവിലൂടെയും തലയിലും വെള്ളത്തുണി കൊണ്ട് മുറിവ് കെട്ടിവെച്ച് കിടക്കുന്നവൻ 1-2-3 ദിവസം കൊണ്ട് വല്ലാതെ ക്ഷീണിച്ച പോലെ. മുടിയില്ലാതെ മുഖമാകെ കുറ്റിത്താടികൾ വളർന്ന് പരിചിതമില്ലാത്ത ഭാവത്തോടെ കിടക്കുന്നവൻ. കണ്ണടച്ച് കിടക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ചുളിയുന്ന മുഖം.
വേദന കൊണ്ടാണെന്ന് മനസ്സിലാവാം. അബ്ബാ! ഒന്ന് തടയാനാവുന്നതിന് മുമ്പേ ആമി അവൻ്റെ അരികിൽ ചേർന്ന് നിന്ന് വിളിച്ചു കഴിഞ്ഞിരുന്നു. ഏതൊരു ഗുഹയിലേക്കെന്ന പോലെ ഇമ്രാൻ്റെ ചെവിക്കുള്ളിലേക്ക് ആമിമോളുടെ ശബ്ദം ചെന്ന് പതിച്ചു. അടഞ്ഞു കിടക്കുന്ന കൺപീലികൾ തുറന്ന് നോക്കി. തൻ്റെ അരികിൽ നിൽക്കുന്ന കുഞ്ഞിനെ പതിയെ അവൻ തല ചിരിച്ചു നോക്കി. സഹിക്കാൻ കഴിയാത്ത വേദനയിലും ആ കുഞ്ഞുമുഖം അവനിൽ പുഞ്ചിരി വിരിയിച്ചു. ആമി, എൻ്റെ ആമി! പതിഞ്ഞ ശബ്ദത്തിൽ വിളിക്കുന്നവനെ കണ്ടതും സുഹ്റ അറിയാതെ അവളിൽ നിന്നൊരു അയങ്ങൽ ഉയർന്നു കേട്ടു. ഇമ്രാൻ്റെ കണ്ണുകൾ അവളെ തേടി ചെല്ലാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. എന്താ, പേടിച്ചു പോയോ? അവൻ്റെ ചോദ്യം വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു അവളെ. എത്രയൊക്കെ അടക്കി വെക്കാൻ ശ്രമിച്ചിട്ടും ഒരു പൊട്ടിക്കരച്ചിൽ അവളിൽ നിന്നും ഉയർന്നു വന്നു. അവനെ നോക്കാനാവാതെ വായപ്പൊത്തി അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ ഇമ്രാൻ്റെ ചുണ്ടുകളിൽ ആ വേദനയിലും മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സ്വന്തമെന്ന് പറഞ്ഞ് അഹങ്കരിച്ചവരെല്ലാം ഒരിക്കലും മറക്കാനാവാത്ത വേദനകൾ നൽകിയപ്പോൾ തൻ്റെ വേദന ഓർത്ത് സങ്കടപ്പെടുന്നവൻ ഈ വേദനയിലും സുഖമുള്ളൊരു അനുഭൂതി പോലെ തനിക്ക് വേണ്ടി വേദനിക്കാനും ഒരാൾ. ശരിക്കും അവളും ഞാനും തുല്യ ദുഃഖിതരല്ലേ? പ്രിയപ്പെട്ടവരിൽ മുറിവേറ്റവർ. ഞങ്ങൾക്കല്ലാതെ ആർക്ക് സാധിക്കും പരസ്പരം മനസ്സിലാക്കാൻ? പിന്നെയും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാണ് ഇമ്രാനെ റൂമിലേക്ക് മാറ്റിയത്. സുഹ്റ നേലുപോലെ അവൻ്റെ കൂടെയുണ്ടെങ്കിലും അറിയാതെ പോലും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾ മുതിർന്നിട്ടില്ല. അന്ന് ICUവിൽ നിന്ന് ഇറങ്ങി ഓടിയതിൽ പിന്നെ സുഹ്റയുടെ മനസ്സിലൊരു പിടിവിൽ നടക്കുന്നുണ്ട്. മനസ്സ് ചാഞ്ചാടി പോകുന്നുണ്ടോ എന്ന്. അവൾക്ക് തന്നെ അറിയാത്ത ഏതോ ഒരു വികാരത്തിന് അവൾ അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇമ്രാനും അവളെ ബുദ്ധിമുട്ടിക്കാൻ മുതിർന്നില്ല. ആമി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ആശയവിനിമയം നടന്നുപോയി. എങ്കിലും ഇമ്രാൻ ശ്രദ്ധിച്ചിരുന്നു സുഹ്റയുടെ മാറ്റങ്ങൾ. അവൻ്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു എങ്ങോ മറഞ്ഞു പോയൊരു പുഞ്ചിരി. മരുന്നിൻ്റെ ക്ഷീണം കാരണം ഇമ്രാൻ നല്ല പോലെ തന്നെ മയങ്ങിപ്പോയിരുന്നു. ആരുടെയോ ശബ്ദം കേട്ട് ഉറക്കം മുറിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടവൻ കണ്ണു തിളങ്ങി. കുഞ്ഞിയും ഇക്കാക്കമാരും അഫിയും ഉണ്ട് കൂടെ. ഒരുപാട് നാൾ കാണാതെ ഇരുന്ന് കണ്ടപ്പോൾ സന്തോഷങ്ങളും സങ്കടങ്ങളും പരിഭവങ്ങളും പങ്കുവെക്കുകയാണ് കുട്ടികൾ. അഫി ആരുടെയും മുഖത്ത് നോക്കാനാവാതെ തല കുനിഞ്ഞു നിൽക്കുന്നു. ഭക്ഷണം കൊണ്ടുവന്ന ഡെയ്സിക്കൊപ്പം വന്നവരാണവർ എന്ന് തോന്നുന്നു. ഇമ്രാൻ ഉണർന്നത് കണ്ട് കുഞ്ഞി അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. കൂടെ മറ്റുള്ളവരും. ഇമ്രാൻ്റെ മുറിവിലൂടെ വിരലോടിച്ച് നോക്കുന്നുണ്ട് കുട്ടികൾ. മുഖമൊക്കെ വാടി. എന്താ കുഞ്ഞിപ്പെണ്ണെ, മുഖം എങ്ങനെ ഇരിക്കണേ? ഇതൊക്കെ ഇപ്പോൾ മാറൂലേ? ഇമ്രാൻ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ച് ചോദിച്ചപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു. മാമാ, ഞങ്ങളെ നാട്ടിലേക്ക് പോവാ, യാത്ര പറയാൻ വന്നതാ. സംസാരത്തിനിടയിൽ കുഞ്ഞി പറയുന്നത് കേട്ടതും എല്ലാവരെയും കണ്ണു മീച്ചുകൊണ്ട് അഫിയെ നോക്കി. പോവാണോ എന്നർത്ഥത്തിൽ. നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് സുഹ്റ. അനാവശ്യമായിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എന്തിന്? ഈ കുഞ്ഞിനെ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. വെറും സ്വാർത്ഥത മാത്രമായിരുന്നു എൻ്റെ. ഞാൻ മാത്രമായിരുന്നു ആ വീട്ടിലേക്ക് മറ്റൊരാൾ കയറി വന്നപ്പോൾ ഉള്ള അസൂയ മാത്രം. അല്ലാതെ നിങ്ങളെ അപകടപ്പെടുത്താനോ കൊല്ലാനോ ഞാൻ കരുതിയിട്ട് പോലും ഇല്ല. അത്രയും ക്രൂരമായ മനസ്സൊന്നും ഈ അഫിക്കില്ല. കൂടെയുള്ളവനെ അറിയാതെ പോയ വെറും വിഡ്ഢി മാത്രമാണ് ഞാൻ. ക്ഷമിക്കാൻ കഴിയുന്ന തെറ്റല്ല ചെയ്തതെന്നറിയാം. എന്നാലും പൊരുത്തപ്പെട്ട് തരണം, ക്ഷമിക്കണം. സുഹ്റയുടെ കയ്യിൽ പിടിച്ച് ഏങ്ങിക്കരയുന്നവളെ ഇമ്രാൻ നിന്ന് നോക്കി. പാവം തോന്നിപ്പോയി അവളോട്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ സുഹ്റ അവളോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ തൻ്റെ ഭാരം ഇറക്കി വെക്കാൻ ഒരു താങ്ങ് ലഭിച്ച പോലെ അഫി സുഹ്റയുടെ നെഞ്ചിൽ തൻ്റെ കണ്ണുനീരിനെ ഇറക്കി വെച്ചു. സുഹ്റക്ക് വല്ലാതെ തോന്നി. എന്ത് ചെയ്യാൻ? അവനവൻ ചെയ്തു വെച്ചതിൻ്റെ എല്ലാം പരിണത ഫലം അനുഭവിച്ചല്ലേ പറ്റൂ. കൊലപാതക ശ്രമമാണ്. അസ്ലമും അലിയും ഇനി എന്ന് പുറത്തിറങ്ങുമെന്ന് പറയാനാവില്ല. ചിലപ്പോൾ ജീവിതകാലം മുഴുവനും. പോലീസ് നേരിട്ട് കൊണ്ട് തന്നെ മറ്റു തെളിവുകളുടെ ആവശ്യം അവർക്കില്ല. എന്താണോ കുറ്റം അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കുന്ന നാടായിരുന്നാൽ ഒരിളവും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇമ്രാൻ അവരെപ്പറ്റി അന്വേഷിക്കാനും പോയിട്ടില്ല. കൂടപ്പിറപ്പെന്ന അനുകമ്പയൊന്നും തന്നെ അവനോട് വേണ്ട എന്ന തീരുമാനമാണ് അവന്. ഇനി അഥവാ പുറത്തിറങ്ങിയാലും വീണ്ടും കേസ് കുത്തിപ്പൊക്കാൻ തന്നെയാണ് ഇമ്രാൻ്റെ തീരുമാനം. സുൽത്താനയുടെ മരണം അവൻ്റെ കൈകൊണ്ടാണ് എന്നതായിരുന്നു ഇമ്രാനെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ക്ഷമിക്കണം. തൻ്റെ മുന്നിൽ കരയുന്ന അഫിയോട് ഒന്നും തന്നെ പറയാനാവാതെ അവൻ മുഖം തിരിച്ചു. അഫി അവൻ്റെ പ്രവൃത്തിയിലൊന്ന് തേങ്ങിപ്പോയി. പോവണോ? ഇവിടെ തന്നെ നിന്നാൽ പോരെ? ഒരുപാട് നിമിഷങ്ങൾക്ക് ശേഷം ഇമ്രാൻ ചോദിക്കുന്നത് കേട്ട് അവൾ തല ഉയർത്തി നോക്കി. പോവണം. ഇവിടെ നിൽക്കാനാവുന്നില്ല. എൻ്റെ വീട്ടിലേക്കല്ല, അസ്ലമിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്കാണ്. അതൊരു പക്ഷേ ഭർത്താവിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല. എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരായി വളരുത് എന്ന് ആഗ്രഹിച്ച് മാത്രം. ഇനി ഒരു ജീവിതം ആ മനുഷ്യൻ്റെ കൂടെ ഇല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞതാണ്.
എൻ്റെ വാതിലേ ഈ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ എപ്പോഴും തുറന്നിടും. അവർ എനിക്ക് അന്യരല്ല, എൻ്റെ സ്വന്തമാണെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. നിനക്ക് എപ്പോഴും വരാം. ഇമ്രാൻ്റെ വാക്കുകളിൽ അവളിൽ സന്തോഷം നിറച്ചിരുന്നു. കുട്ടികൾ ഓരോരുത്തരും വന്ന് ഉമ്മ നൽകി സുഹറയും ഇമ്രാനെയും പുണർന്നു. അവരുടെ നിറഞ്ഞ കണ്ണുകൾ കാട്ടിത്തന്നു എത്രത്തോളം അവർ വേദനിക്കുന്നുണ്ട് എന്ന്. കുഞ്ഞിയെയും മാമയെയും പിരിക്കാനായിരുന്നു ബുദ്ധിമുട്ട്. അവരുടെ കരച്ചിൽ കണ്ട് ആ റൂമിലും ഹോസ്പിറ്റൽ വരാന്തയിലുമുള്ള ആളുകൾ നോക്കി നിന്നു. ആമിയുടെ സങ്കടങ്ങൾക്കും അതിരില്ല. അവസാനമായി പോവുകയാണെന്ന പോലെ കൈകൾ വീശിക്കൊണ്ട് അഫിയും കുട്ടികളും മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളായി അവിടെ വിട്ടു പോകുന്നത് സുഹിറ കണ്ണുനീർ തുള്ളികളോടെ നോക്കി നിന്നു. സജിന, എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ. ഇങ്ങനെ വാടി തളർന്ന് കിടന്നാൽ എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. എണീക്കും മോളെ. കരഞ്ഞു കരഞ്ഞു അവശയായി കിടക്കുന്ന സജിനയെ കാണും തോറും അവർ വല്ലാതെയായി. മോളെ. ആമിനമ്മ വീണ്ടും ദയനീയമായി വിളിച്ചു നോക്കി. ഏങ്ങലടികളല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. ഒരാഴ്ച മുന്നെയാണ് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നത്. ഒരു പ്രശ്നവുമില്ലായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുന്നേ നജീബ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വാതിലടച്ച് റൂമിൽ കയറിയ ഓളെ പൊട്ടിക്കരിച്ചിലാണ് കേട്ടത്. കാര്യം അന്വേഷിച്ചിട്ടും ഒന്നും മറുപടി പറയാതെ കരഞ്ഞു നിലവിളിക്കുന്നവളിൽ നിന്ന് വളരെ പണിപ്പെട്ടാണ് ഈ വിവരം അറിഞ്ഞെടുത്തത്. ഇക്കാക്ക് എന്നെ വേണ്ടലുമ്മ, എന്നെ തൊലാക്ക് ചെല്ലാൻ പോവാണ്, കത്തയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പറച്ചിലിനിടയിൽ പൊട്ടിക്കരയുന്നവളെ ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ ആമിനമ്മ കുഴഞ്ഞുപോയി. കേട്ട വിവരങ്ങളൊന്നും ആ വൃദ്ധയ്ക്ക് താങ്ങാനാവുമായിരുന്നില്ല. നജീബിൻ്റെ വീട്ടിൽ പോയി എന്ന കാര്യം അന്വേഷിച്ചു വന്ന അമീറിനും ശുഭകരമായ ഒരു വാർത്തയും പറയാനുണ്ടായിരുന്നില്ല. ഓൻ പറയണത് സജിനാൻ ഇനി വേണ്ടെന്ന് തന്നെയാണ്. അതിപ്പോൾ പറയാനൊന്നുമില്ലല്ലോ. കത്ത് പള്ളിക്കമ്മിറ്റിയിൽ കിട്ടിയില്ലേ. ഓന് തൊലാക്കൊല്ലി. ഞാൻ അങ്ങോട്ട് കാര്യം അന്വേഷിച്ച് ചെന്നതേ ഇഷ്ടപ്പെട്ടിട്ടില്ല ഓൻ്റെ പെരക്കാർക്ക്. എന്നാലും ഒരു കാരണമില്ലാതെ ഇത്ര പെട്ടെന്ന് ഒരു ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടായില്ല. ആമിനമ്മ മനസ്സിലുള്ള ആശങ്ക പങ്കുവച്ചു. അത്രത്തോളം ഉണ്ടാവും ഇവളെ കൊണാ പെരയിൽ. പെണ്ണുങ്ങളായാലേ കുറച്ച് അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കണം. വീട്ടുകാരെ പേടിയും വേണം. സ്വന്തം ഇഷ്ടം കാട്ടി നടന്ന അവസാനം എങ്ങനെയൊക്കെ ആവും വരുന്നത്. അസീന വാതിൽപ്പടി ചാരി നിൽക്കുന്ന സജിനയെ ഒന്ന് പുച്ഛിച്ചു വിട്ടു. സ്വന്തം കൂടപ്പിറപ്പാണ് എന്ന് പോലും നോക്കാതെ തകർന്നു നിൽക്കുന്നവളെ പരിഹസിക്കുന്നത് കാണേ ആമിനമ്മക്ക് ചെറിയ ഇഷ്ടക്കേട് തോന്നിയെങ്കിലും ഒന്നും മിണ്ടിയില്ല. അവരേ ഉള്ളൂ ഇപ്പോൾ ആശ്രയം. പക്ഷെ കേട്ടു നിൽക്കാൻ സജിനയ്ക്ക് ആവുമായിരുന്നില്ല. ഞാനല്ല, നീയാണ് ഒതുങ്ങി നിൽക്കേണ്ടത്. ഏത് നേരത്താണ് ഇക്കയുടെ കൈ നിൻ്റെ ദേഹത്ത് പതിയുന്നതെന്ന് ഓർമ്മ ഉണ്ടാവണം. സ്വന്തം ഇഷ്ടം നടക്കാൻ വേണ്ടി എന്ത് ക്രൂരത ചെയ്യാനും മടിയില്ലാത്തവളാ. എനിക്കറിയാം എന്നെ തൊലാക്ക് ചെല്ലാനുള്ള കാരണം നീ തന്നെയാണെന്ന്. എന്താണെന്നും നിങ്ങൾക്കും അറിയാം അല്ലേ? മറച്ചു പിടിച്ചുകൊണ്ട് സ്വന്തം തടി നന്നാക്കാൻ ശ്രമിക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ അതോ എൻ്റെ കുടുംബത്തോട് അനുകമ്പ തോന്നിയിട്ടോ അല്ല നജീബ് ഇവിടെ വന്ന് പെണ്ണ് അന്വേഷിച്ചത്. സുഹൃത്ത് ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവിടെയുള്ളവർ കൊടുത്ത പദ്ധതിയായിട്ട് വന്നാണ്. ആ ഫോട്ടോ കാണിച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി സുഹൃത്തിനെ ഇവിടെ വരുത്തിക്കാൻ. ഒന്നും നടന്നില്ല. നജീബിനെ ഇവിടെ കയറ്റാനേ വേണ്ടി നിങ്ങൾക്ക് എണ്ണി തന്നിട്ടുണ്ട് ലക്ഷങ്ങൾ. ഇല്ല നിങ്ങൾക്ക് പറയാനാവോ? അറിഞ്ഞില്ലെന്ന് പറയോ? ഇത്രയും ക്രൂരയാവരുതിട്ട് നിങ്ങൾ രണ്ടാളും. അന്നെ സുഹൃത്ത് പറഞ്ഞതാണ് ശരിക്കും അന്വേഷിച്ചിട്ട് മതിയെന്ന്. വലിയ വീട്ടിൽ നിന്നൊക്കെ ആലോചന വരുമ്പോൾ സൂക്ഷിക്കണമെന്ന്, നല്ലോണം ആലോചിക്കണം എന്നൊക്കെ. നിങ്ങളെ കെട്ടിയവൻ്റെ ഒറ്റൊരു ഉറപ്പിലാണ് ഈ കല്യാണം നടന്നത്. അന്നത് കേട്ടിരുന്നെങ്കിൽ ഈ വിധി ഉണ്ടാവുമായിരുന്നോ? സരിന് ദേഷ്യം കൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത് എന്നവൾക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നില്ല. അവൾ പറയുന്ന സത്യങ്ങളെല്ലാം കേട്ട് ആമിനമ്മ മരവിച്ചു പോയിരുന്നു. തെറ്റ് പറ്റിയോ എന്ന അവരുടെ ചോദ്യത്തിന് 1000 തവണ അവരുടെ ഹൃദയം തെറ്റാണെന്ന് മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓ പിന്നെ ഇപ്പം ഈ വലിയ പുണ്യാളത്തി, ഞാൻ മോശം. എന്നാൽ അവളോട് തരാൻ പറയേ നിൻ്റെ കെട്ടിയവന് വേണ്ടി കൊടുത്ത പൈസ മുഴുവനും. അത് പലിശ കയറി കുറേ ആയല്ലോ. ഞങ്ങളെ പ്രതീക്ഷിക്കേണ്ട ഇനിയൊരു കാര്യത്തിനും. നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി സഹായിച്ചപ്പോൾ ഓള് പറയണ കേട്ടോ. അങ്ങനെ ഇപ്പോൾ തടി ഊരി പോവാൻ നോക്കണ്ട. നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് അന്ന് ഈ വീട് പണയം വെച്ചത്. അത് ഓർമ്മയില്ലേ? നിങ്ങളും കൂടി ഏറ്റെടുക്കേണ്ടി വരും. അസീനയുടെ സംസാരത്തിനെ മലർത്തി അടിച്ചുകൊണ്ട് സജിന മറുപടി പറഞ്ഞു. അസീനക്ക് തലക്കടിയേറ്റ പോലെ തോന്നിയെങ്കിലും അതൊന്നും മേൽക്കാത്തവളെ പോലെ നിന്നു. എനിക്കേ ഭാര്യ വീട്ടിൽ ചിലവ് ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും അപമാനിച്ചിട്ടും ഇറങ്ങിപ്പോകാത്തത് നിങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ആ ഇഷ്ടമൊക്കെ ഞാൻ അങ്ങോട്ട് മറക്കുന്നു. ഇനി ഇവിടെ നിന്നാലേ എനിക്ക് നേരെ കേൾക്കാത്ത പഴമൊന്നും ഉണ്ടാവില്ല. അസീന ഈ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവാണ്. മുഖത്ത് സങ്കടം അഭിനയിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നവനെ ആമിനുമ്മ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. കണ്ടില്ലേ ഉമ്മ, ഇക്കാക്ക് സങ്കടമായി. ഇവളെ നാവ് ശരിയില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഇനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല.
വരാൻ എനിക്കും തീരെ താല്പര്യമില്ല. പോട്ടെ അമ്മ. അഭിനയിച്ച് തകർക്കാൻ അസീനയും മിടുക്കിയായിരുന്നു. ആര് പറയുന്നത് വിശ്വസിക്കണമെന്നറിയാതെ ആമിനമ്മ ഉഴറി. സജിന ഒരു വലിയ ശബ്ദത്തോടെ വാതിൽ അടച്ചുപൂട്ടി. ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിൽ റമീസ് ഇരുന്നു. പക്ഷെ അധിക ദിവസമൊന്നും വേണ്ടി വന്നില്ല ആമിനമ്മക്ക് സത്യം മനസ്സിലാക്കാൻ. അന്ന് അങ്ങാടിയിൽ നിന്ന് വന്ന റമീസിന് പറയാനുണ്ടായിരുന്നത് ഹാജരുടെ മക്കൾ വഴിയിൽ തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ട കാര്യമാണ്. ഉടനെ കുറച്ച് സംഖ്യയെങ്കിലും അടച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ വീട് അവർ കൊണ്ടുപോകും. അസീനയോട് വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ ഇനി ആ വീടുമായി യാതൊരുവിധ ബന്ധവും എനിക്കും എൻ്റെ ഇക്കാക്കുമില്ല എന്ന മറുപടി മാത്രമാണ് അവളുടെ അടുത്തു നിന്നും കിട്ടിയത്. നന്ദിയില്ലാത്തവൾ. ആമിനമ്മയുടെ വായിൽ നിന്നൊന്നും അറിയാതെ തന്നെ അത് പുറത്തു ചാടി. ഇനി ആരുണ്ട് ഈ ഗതിയിൽ നിന്നും കരകയറ്റാൻ? ഈ വയസ്സുകാലത്ത് ഇനി എവിടെ പോയി താമസിക്കും? ആലോചനകൾക്കൊടുവിൽ ആമിനമ്മ തളർന്നുപോയി. കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന അസുഖങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. റമീസ് പണിക്ക് പോയി കിട്ടുന്ന പൈസ മുഴുവനും ആമിനമ്മക്ക് മരുന്നിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വലിയ വീട്ടിൽ വീണ്ടും പട്ടിണി നിറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള അവസ്ഥയിലേക്ക് വീണ്ടും ആ വീട് കൂപ്പുകുത്താൻ തുടങ്ങിയെന്ന യാഥാർത്ഥ്യം ആമിനമ്മ തിരിച്ചറിഞ്ഞു. എത്ര ജോലിയെടുത്തിട്ടും ഒരു മെച്ചവും കാണാനില്ല. കിട്ടുന്ന പൈസക്ക് മുഴുവൻ ചെലവ് മാത്രം, അതും തികയുന്നില്ല. വീണ്ടും കടം വാങ്ങേണ്ട അവസ്ഥ. കൂടാതെ ആര്യയുടെ മക്കളുടെ ഭീഷണിയും റമീസിനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. ദേഷ്യം മുഴുവനും വീട്ടിൽ കാണിക്കാൻ തുടങ്ങി. വഴക്കും ബഹളവുമായി വീട്ടിൽ സമാധാനം ഇറങ്ങിപ്പോയി. ആമി. സുഹറയുടെ താക്കീതോടെയുള്ള വിളിയിൽ ഇമ്രാൻ്റെ വയറിൽ കയറിയിരുന്ന് കളിക്കുന്ന ആമി ഒറ്റച്ചാട്ടത്തിന് ബെഡിലേക്കിരുന്നു. സുഹറയുടെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ടതും ആമി കുഴപ്പം മഴ എന്ന രീതിയിൽ പേടിച്ചുകൊണ്ട് ഇമ്രാനെ ഒന്ന് നോക്കി. ആമിയെ നോക്കി കണ്ണു ചെമ്മിക്കൊണ്ട് ഒന്നുമില്ലെന്ന് കാണിച്ചവൻ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ സുഹറ, അവിടെ ഇരുന്നെന്ന് വെച്ച് വേദനയൊന്നും ഉണ്ടാവാൻ പോണില്ല അല്ലേ ആമി? ആമിൻ്റെ കുട്ടി കുഞ്ഞല്ലേ? ആ, വേദന സഹിക്കേണ്ട ഞാനല്ലല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. അവസാനം രാത്രി ഉറക്കില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ട് എൻ്റെ ഉറക്കം കൂടി ഇല്ലാതാക്കാതെ ഇരുന്നാൽ മതി. സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുന്നു വേണം. ഇമ്രാൻ്റെ കയ്യിലേക്ക് ജ്യൂസ് കൊടുത്തുകൊണ്ടവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ഇമ്രാൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി നിറഞ്ഞു. എല്ലാം ചെയ്തു തരുമെങ്കിലും ഇപ്പോഴും മുഖം തരാറില്ല. എനിക്കൊരു കുറവും വരുത്താതെ ആമിയോടെന്ന പോലെ ശ്രദ്ധിക്കും. വല്ലാതൊരു ഇഷ്ടം തോന്നിപ്പോകുന്നുണ്ടോ എന്നറിയില്ല. അവളെ കാണുമ്പോഴൊക്കെ എന്തൊക്കെയോ ഒരു സന്തോഷം തോന്നുന്നു. എത്ര വേദനിച്ചാലും എന്താ, നീ ഉണ്ടല്ലോ തൊട്ടുതലോടെ എന്നെ നോക്കാൻ. പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞവനെ നോക്കാതെ ഇരിക്കാനായല്ലോ സുഹറയ്ക്ക്. പക്ഷെ ഇമ്രാൻ്റെ മുഖത്തെ അങ്ങനെ പറഞ്ഞു എന്നുള്ള യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ല. ആമിയുമായി കളിക്കുകയാണ്. ചിന്തകൾക്കിടയിൽ തന്നിൽ മാത്രം നിലയുറപ്പിച്ച സുഹറയെ ഇമ്രാൻ ചെറുചിരിയോടെ നോക്കി. 2 മാസം കഴിഞ്ഞു തനിക്ക് അപകടം പറ്റിയിട്ട്. സ്വയം എണീറ്റ് നടക്കാനും തൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാനും എല്ലാമായി. പക്ഷെ ഒന്നിനും സമ്മതിക്കാതെ, ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ അവൾ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. മുറിവുണങ്ങിയിട്ടും ആദ്യ ദിനങ്ങളിൽ എന്ന പോലെ നോക്കുന്നവൾ, ഉറക്കം കളഞ്ഞുകൊണ്ട് തൻ്റെ അരികിൽ ഇരിക്കുന്നവൾ. ചെയ്യുന്നതെല്ലാം ഒരു ഉത്തരവാദിത്വം തീർക്കാനോ തൻ്റെ ബാധ്യതയായിട്ടോ അല്ല, സ്നേഹത്തോടെ മാത്രം. അന്ന് തിരിച്ചറിയാൻ ദിവസങ്ങളൊന്നും വേണ്ടി വന്നിരുന്നില്ല. താൻ വേദനിച്ചുകൊണ്ട് കരയുമ്പോൾ അടുത്തു നിൽക്കുന്നവളുടെ നിറഞ്ഞു പോകുന്ന കണ്ണുകൾ തന്നെ മതിയായിരുന്നു. ഏറെ ഇഷ്ടപ്പെട്ടു പോകുന്നു ഈ നിമിഷങ്ങളെ. സുഹറയും ആ ഓർമ്മകളിലാണെന്ന പോലെ അവളുടെ ചുണ്ടുകൾ വിരിഞ്ഞു വന്നു. ഇമ്രാൻ അവളുടെ കൈകളിൽ മെല്ലെ ഒന്ന് പിടിച്ചു. അത്രമേൽ സ്നേഹത്തോടെ. കുറച്ചേറെ നിമിഷങ്ങൾ കൊരുത്തുപോയ കണ്ണുകൾ, പരസ്പരം ഒളിക്കാതെ പങ്കിട്ടുപോയ മനോഹരമായ പുഞ്ചിരി, ഒളിപ്പിച്ചു വച്ച സ്നേഹം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയോ സംശയിച്ചു പോയി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. ഈ കഥയുടെ അവസാന ഭാഗത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.